ഇവരുടെ പ്രത്യേകത, അള്ളാഹു എത്രയോ തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ട്. യംഷൂൻ അവർ നടക്കുന്നു, ഫി മസാക്കിനിഹിം അവരുടെ താമസ സ്ഥലങ്ങളിലൂടെ. മസാക്കിൻ മസ്കൻ താമസ സ്ഥലം, മസാക്കിൻ താമസ സ്ഥലങ്ങൾ. മസാക്കിനിഹിം അവരുടെ താമസ സ്ഥലങ്ങൾ. യംഷൂൻ, ഇപ്പോൾ ഇവിടെ ഈ ചോദ്യമൊക്കെ ഉന്നയിക്കണം അള്ളാഹു മക്കക്കാരോടാണ്. യംഷൂന അവർ നടക്കുന്നു, അഥവാ മക്കക്കാർ നടക്കുന്നു, ഫി മസാക്കിനിഹിം ഈ നശിപ്പിക്കപ്പെട്ടവരുടെ താമസ സ്ഥലങ്ങളിൽ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അഫലാ യസ്മഊൻ. ഇന്ന ഫീ ദാലിക് അതിൽ തീർച്ചയായുമുണ്ട്, ലആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ. ലാമുൻ തൗക്കീദിൻ്റെ ലആയാത്തിൻ, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഊൻ എന്താ ആ ഇസ്തിഫാമിൻ്റെ തന്നെ ഫ ആതിഫത്ത് റാബിത്തത്ത് ആതിഫത്ത്. ലാ യസ്മഊൻ അവർ കേൾക്കുന്നില്ല. അഫലാ യസ്മഊൻ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നുമില്ലേ. ഇവിടെയും ഇതേപോലെ തന്നെ ആ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെയാണ്, ഫ ആതിഫത്തിൻ്റേതാണ്. ഇവിടെയും ആ അമു ഫലാ യസ്മഊൻ, അവർ ബദിരന്മാരായോ, അവർ കേൾക്കാതെ എന്നുള്ള ഒരു ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ആശയം ആ ഫലാ യസ്മഊൻ അവർ കേൾക്കുന്നില്ലേ. അപ്പോൾ എന്താ ഇവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇടയിൽ മക്കക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ പറയുന്നത്. ഇടയിൽ ഇസ്രായേലരുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് എന്തിനാ? ഇപ്പം ഈ നിഷേധ സ്വഭാവം അത് മക്കക്കാരുടെ മാത്രം ഒരു സ്വഭാവമല്ല, പിന്നെയോ അതിന് മുൻ ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് അനുസ്മരിക്കാനാണ്. എന്നിട്ട് വീണ്ടും അള്ളാഹു മക്കക്കാരുടെ വിഷയത്തിലേക്ക് വരികയാണ്. അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂൻ. ഈ മക്കക്കാരുടെ മുമ്പ് ജീവിച്ചിരുന്ന തലമുറകളെ എത്രയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്നത് അവർക്ക് വ്യക്തമായിട്ടില്ലേ? അവർ അശ്രദ്ധമായ ജീവിതം നയിക്കുകയാണോ? യംശൂന ഫി മസാക്കിനിഹിം, നാം നശിപ്പിച്ചവരുടെ വാസസ്ഥലങ്ങളിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കക്കാർ നടന്നു പോകുന്ന നശിപ്പിക്കപ്പെട്ടവരുടെ വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് മക്കക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് സബഅ ഗോത്രം. സബഅ അള്ളാഹുവിൻ്റെ നാശം വന്ന സ്ഥലമാണ്, അതൊന്ന് ശരിയാണ്. പിന്നെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത വസിച്ചിരുന്ന ഏതാ സ്ഥലം? അൽ ഉല, ഇന്നത്തെ അൽ ഉല. പണ്ടത്തെ മദായിൻ സാലിഹ് അല്ലെങ്കിൽ ഇന്നത്തെ മദായിൻ സാലിഹ് അൽ ഉല ഹിജർ. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ട സദൂം നാടുകൾ. മനസ്സിലായി? അതേപോലെ കുറേ പിന്നെ സ്ഥലങ്ങൾ ഈ അറേബ്യൻ ഉപദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കാണാനുണ്ട്. ഇപ്പോൾ ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ട സ്ഥലം അഹ്കാഫ്, അത് ഹദ്റമൗത്തിനും ഒമാനിനും ഇടയിലുള്ള അഹ്കാഫ് മണൽത്തിട്ടകളാണ്. അപ്പോൾ അതൊക്കെ ഇവർക്ക് അറിയണതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് അതിനെ ഉണർത്തിയാണ് ഇവിടെ അവരോട് ചോദിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അഫലാ യസ്മഊൻ. ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയായും, പക്ഷെ അഫലാ യസ്മഊൻ അവർ കേൾക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കണം.